ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തങ്ങളിൽ ഒന്നാണ്. പുത്രന്റെ നാമത്തിൽ നിങ്ങൾ എന്തപേക്ഷിച്ചാലും അത് പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് നിങ്ങൾക്ക് നൽകിത്തരും. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ ഒരു നഷ്ടവും വരാൻ സാധ്യതയില്ല. തീർച്ചയായും ജീവിതത്തിൽ അത് വിടുതലായി തീരുവാൻ ഇടയാകും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ വീണ്ടും അടുത്തു വരാം. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിന് നന്ദി പറയുകയാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ നേർന്ന വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരട്ടെ. സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥന ഞങ്ങൾ എപ്പോഴും കഴിക്കുന്നുണ്ട്. ധൈര്യമായിരിക്കുക. കർത്താവ് വരുവാൻ സമയമായിരിക്കുന്നു. നമുക്ക് ഒരുങ്ങാം. ഒരു വേദഭാഗം കൂടി വായിച്ച് കർത്താവിനെ നമുക്ക് വാഴ്ത്താം. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. 105 സങ്കീർത്തനം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, തൻ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ. അവന്റെ പ്രവർത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പിൻ. അവന് പാടുവിൻ, അവന്റെ കീർത്തനം പാടുവിൻ. അവന്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിപ്പിൻ. അവന്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പിൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് ദാവീദിൽ കൂടി ദൈവം നമുക്ക് നൽകി തന്നത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, തൻ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ. അവന്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പിൻ. കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് തൻ്റെ ശിഷ്യന്മാരെ രൂപാന്തരപ്പെടുത്തി അവരോട് ഇപ്രകാരം പറയുകയുണ്ടായി: ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളി. അപ്പൊ യേശുക്രിസ്തുവിന്റെ വരവിനു മുമ്പ് ദാവീദ് ഇപ്രകാരം പറയുകയാണ്: അവന്റെ പ്രവർത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പിൻ. അപ്പൊ ദൈവത്തിന് അതുകൊണ്ട് വലിയ ഉദ്ദേശങ്ങളുണ്ട്. കർത്താവിനെ കുറിച്ച് പാടുകയും അവന്റെ നാമത്തെ ഘോഷിക്കുകയും അവന്റെ പ്രവർത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിക്കുകയും ചെയ്യുന്നതും. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്: അവന് പാടുവിൻ, അവന് കീർത്തന പാടുവിൻ, അവന്റെ സകല അത്ഭുതങ്ങളെ കുറിച്ചും സംസാരിപ്പിൻ. കർത്താവ് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വീര്യപ്രവർത്തികളുടെയും ദൈവമാണ്. യേശു ദൈവമായതുകൊണ്ട് എല്ലാവരും അറിയുവാൻ വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തതല്ല. താൻ ദൈവമാണ്, തനിക്ക് അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും, അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ യേശു ചെയ്ത സകല അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും സകലരും കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായിത്തീരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര് ഇപ്രകാരം യേശുവിനോട് ചോദിച്ചു: കർത്താവേ, നീ എപ്പോഴും പിതാവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. അപ്പോൾ യേശു പറയുകയാണ്: എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. അപ്പോൾ ദൈവം തൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും സകല ജനവും കാണെ അവരുടെ ഇടയിൽ ഒരത്ഭുത വിഷയമായി സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നപ്പോൾ ജനം കർത്താവിൽ വിശ്വസിക്കുവാനിടയായി തീർന്നു. കർത്താവ് ദൈവമെന്ന് ലോകം അംഗീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു.
അപ്പൊ ദൈവത്തിന്റെ ആ കഴിവുകൾ സ്വർഗത്തിൽ മാത്രം ഒതുക്കി നിർത്തുകയല്ല ദൈവം ചെയ്തത്. സകല ജനവും കാണുക, സകല ജാതികളും കാണുക, സകല അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും വീര്യപ്രവൃത്തികളെയും യേശു ചെയ്യുവാനിടയായി തീർന്നതുകൊണ്ട് ഇന്ന് രാത്രിയിലും ആ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് വർണ്ണിക്കുവാനും പാടുവാനും അവന് സ്തോത്രം ചെയ്യുവാനും ജാതികളുടെ ഇടയിൽ അതറിയിപ്പാനും ഈ മീഡിയയിൽ കൂടി കർത്താവ് ഇടയാക്കിയതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: അവന്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പിൻ, യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. അപ്പൊ യേശു എന്തൊക്കെ ചെയ്യുവാൻ ആഗ്രഹിച്ചുവോ അതെല്ലാം തന്നെ അന്വേഷിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ടായിരുന്നു. അവരുടെ ഹൃദയത്തിന് അത് വലിയ സന്തോഷമായി തീർന്നു, അത് ആശ്വാസമായി തീർന്നു, അത് വിടുതലായി തീർന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ സമീപിച്ച എല്ലാവരുടെയും ആത്മീയ ഭൗതിക വിഷയങ്ങളുടെ മേൽ അതൊരു വലിയ വിടുതലായി തീരുവാൻ തക്കൊണ്ടും ഇടയായി തീർന്നു. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറകളുടെ ഹൃദയം സന്തോഷിക്കുവാനിടയായി തീർന്നു. പലപ്പോഴും യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉള്ളതായ പ്രവൃത്തിയും പ്രവർത്തനങ്ങളും പലർക്കും അരോചകമായി തീരുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതല്ല ദൈവം നമ്മളിൽ കൂടി ആഗ്രഹിക്കുന്നത്. കർത്താവിനെ കുറിച്ച് നാം എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എന്ത് പ്രവർത്തികൾ ചെയ്താലും കർത്താവിനെ ആരാധിച്ചാലും സ്തുതിച്ചാലും മഹത്വപ്പെടുത്തിയാലും മറ്റുള്ളവർക്ക് അരോചകമായി തോന്നുകയല്ല ചെയ്യേണ്ടത്, അവരുടെ ഹൃദയം സന്തോഷിക്കുവാനിടയായിത്തീരുന്നു. അമിതമായ ശബ്ദങ്ങളും കോലാഹലങ്ങളും കൊണ്ട് മനുഷ്യരുടെ ഹൃദയത്തെ പലപ്പോഴും ബുദ്ധിമുട്ടിപ്പിക്കാറുണ്ട്. യേശു അതൊന്നും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരുടെയും ഹൃദയം സന്തോഷിക്കണം. തൻ്റെ അടുക്കലേക്ക് ഓടി വരുന്ന ജനം, അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം, അവരുടെ ആവശ്യം, അവരുടെ ബുദ്ധിമുട്ട്, ഞെരുക്കങ്ങൾ, അവർ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനായി യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വരുമ്പോൾ അവൻ്റെ മധുരമായ വാക്കുകൾ, അവൻ്റെ പ്രവർത്തനങ്ങൾ സകല ജാതികൾക്കും അവനെ അന്വേഷിക്കുന്ന തലമുറയ്ക്കത് വലിയ സന്തോഷമായി തീരും. കർത്താവ് പറയും, സന്തോഷത്തിൻ്റെ പരിപൂർണതയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നും എപ്പോഴും എവിടെയും യേശുവിനെ കുറിച്ച് പറയുന്ന ഇടത്തും യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടത്തും ദൈവരാജ്യമുള്ള ഇടത്തെല്ലാം ദൈവികമായ സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. പലപ്പോഴും ഉണ്ടാകുന്നത് എന്തൊക്കെയെന്ന് പറയാതെ തന്നെ നമുക്കറിയാം. ദൈവം ആഗ്രഹിക്കുന്നതായ കാര്യം, താൻ ചെയ്യുന്നതായ പ്രവർത്തികൾ ജാതികളുടെ ഇടയിൽ അറിയിക്കുകയും അവന് പാടുകയും അവന് കീർത്തനം ചെയ്യുകയും സകല അത്ഭുതങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നതും അവൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നത് യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രിയിൽ ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു വലിയ സന്തോഷത്തിനുള്ളതായ വക ദൈവം ഈ പ്രോഗ്രാമിൽ കൂടി തരുന്നില്ല എങ്കിൽ ഈ പ്രോഗ്രാം നടത്തുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. യേശുവിനെ കുറിച്ച് പാടിയത് കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കണം, യേശുവിൻ്റെ വചനങ്ങൾ പ്രസംഗിച്ചത് കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കണം, സമാധാനം ലഭിക്കണം, ആശ്വാസം ലഭിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ട് ഭാരപ്പെട്ടിരിക്കുന്നതായ വിഷയങ്ങളുടെ മേൽ ഒരു വലിയ വിടുതൽ നടക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ഇല്ലെങ്കിൽ ഈ പ്രോഗ്രാം നടത്തുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നതും അവൻ്റെ പ്രവർത്തികളെ ജാതികളുടെ അറിയിക്കുന്നതും അവന് പാടുന്നതും അവന് കീർത്തനം പാടുന്നതും അവൻ്റെ സകല അത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും അവൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിക്കുന്നതും
യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കുവാൻ വേണ്ടിയാണ്. അതിനപ്പുറത്ത് മറ്റൊന്നും ഈ പ്രോഗ്രാം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പലപ്പോഴും ഇതിൻ്റെ വ്യൂസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും അറിയാം, അധികം ആൾക്കാരൊന്നും ഇത് കാണുവാനില്ല. എന്നാൽ ഞങ്ങളെ സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന ചിലരെങ്കിലുമുണ്ട്. അവരുടെ ഹൃദയത്തിൽ ആത്മാർത്ഥമായി ഞാൻ പറയട്ടെ, ദൈവം ചില സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും വിത്തുകൾ ഇതിൽ കൂടി അവർക്ക് ലഭിക്കുന്നത് കൊണ്ടും അവരുടെ ഹൃദയത്തിനകത്ത് കിടന്ന് അത് 30, 60, 100 മേനിയായി അവർക്ക് ആശ്വാസവും വിടുതലും സന്തോഷവും ലഭിക്കുന്നത് കൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ഇത് കാണുവാൻ താല്പര്യപ്പെടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏത് ശുശ്രൂഷയും ദൈവനാമ മഹത്വത്തിന് കാരണമാകണം. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരുടെ ഹൃദയം ദൈവത്തിൽ സന്തോഷിക്കുവാനും അവൻ്റെ അത്ഭുത പ്രവർത്തികളെക്കുറിച്ച് ജാതികളുടെ ഇടയിൽ അറിയിപ്പാനുമൊക്കെ അത് കാരണമായി തീരും. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കും. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കേട്ട വചനത്തിന് മുമ്പിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുക. സകല ജനവും അങ്ങയെക്കുറിച്ച് അറിയണം, അവിടുത്തെ അത്ഭുതങ്ങളെ വർണ്ണിക്കണം, അവിടുത്തെ സ്തുതിച്ച് പാടണം. അതിന് കർത്താവെ, അങ്ങേ അന്വേഷിക്കുന്നവരുടെ ഹൃദയത്തിൽ ദൈവം സന്തോഷമായി വെളിപ്പെടണം, ആശ്വാസമായി വെളിപ്പെടണം. കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. ഈ പ്രോഗ്രാം ആ നിലയിൽ മറ്റുള്ളവർ കാണുവാനും ആസ്വദിക്കുവാനും കർത്താവ് ഇടയാക്കി തീർന്നു. അവിടുത്തെ കരങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ ധന്യമേറിയ നാമത്തിൽ. ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സഹകരിച്ച എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. കർത്താവിന് വെച്ചാൽ നമുക്ക് വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.